ഹലോ കൂട്ടുകാരെ, നിങ്ങളുടെ ആർക്കെങ്കിലും ശരീരത്തിൽ ബ്ലഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരു മാസം ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് കറക്റ്റായിട്ട് വരും, ഹീമോഗ്ലോബിൻ ഹൈ ആകും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക ഉരുണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കണം, തരിതരിപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നേരെ അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെ സ്മെല്ലും ചൊവ്വയും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ നെല്ലിക്ക അരച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നെല്ലിക്കയിലുള്ള വെള്ളമയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നെല്ലിക്കയുടെ വെള്ളമയം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു മധുരത്തിന് വേണ്ടി ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു ശരീരത്തിന് ഗുണമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് ഉരുകി, ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ചുക്കുപൊടി, പിന്നെ ജീരകപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നിങ്ങൾ ചുക്കുപൊടി, ജീരകപ്പൊടി ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും, ഗരം മസാല, കുരുമുളക് പൊടി, ഇത് 4 സാധനമാണ്. ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും വെറുതെ ഉണ്ടാക്കി കഴിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ അലുവ പരുവുണ്ടല്ലോ, നമ്മുടെ ചട്ടിയിലും നമ്മുടെ സ്പൂണിലൊക്കെ ഒട്ടാത്തൊരു പരുവത്തിൽ നമ്മൾ നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ചെറിയൊരു ചൂട് വേണം, എന്നാലും നല്ല ചൂട് പാടില്ല. ചെറിയൊരു ചൂടോടുകൂടി നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്ന് പറഞ്ഞൊന്നും വിഷമിക്കേണ്ട. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ മുക്കിയില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ശരിക്കും നെല്ലിക്കയ്ക്ക് ചെറിയൊരു കയ്പുണ്ടല്ലോ, ശരിക്കും കയ്പുണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ ഇത് ടേസ്റ്റ് ഇല്ലായ്മയൊന്നുമില്ല കേട്ടോ. നല്ല ശരീരത്തിന് ഗുണമുള്ള സാധനം, ഏത് സാധനമാണെങ്കിലും ചെറിയൊരു രുചി വ്യത്യാസം ഉണ്ടെങ്കിലും ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾ ഒരു ഉരുള കഴിച്ചാൽ മതി, വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കൂടി ഇട്ട് ഞാൻ എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഹീമോഗ്ലോബിൻ ഉരുള റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേര് കേട്ടോ ഹീമോഗ്ലോബിൻ ഉരുള എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ബ്ലഡ് ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു മാസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ശരീരത്തിൽ ബ്ലഡ് കുറവുള്ളവർക്ക് എന്തായാലും ബ്ലഡ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നെല്ലിക്കയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് വെച്ചാൽ ചീത്തയാവത്തൊന്നുമില്ല കേട്ടോ. ഒരു മാസം വരെ ചീത്തയില്ലാതിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.